എന്താണ് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിന് സംഭവിക്കുന്നത്? ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും മറ്റൊരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാനെതിരെ 5 വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചുവെങ്കിലും ഈ മത്സരത്തോടെ തുടർച്ചയായ 4ാമത്തെ തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് വഴങ്ങിയിരിക്കുന്നത്. ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ മുന്നേറിയ രാജസ്ഥാനാണ് ഇപ്പോൾ താളം കണ്ടെത്താൻ വിഷമിക്കുന്നത്. പഞ്ചാബിനെതിരായ ലോ സ്കോറിംഗ് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ വിജയം പിടിച്ചെടുക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അവസാന ഘട്ടത്തിൽ തോൽവി വഴങ്ങുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസാണ് നേടിയെടുത്തത്. നായകൻ സഞ്ജു ഉൾപ്പെടെ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയപ്പോൾ റിയാൻ പരാഗ് മാത്രമാണ് ടീമിൽ അല്പമെങ്കിലും മികച്ചു നിന്നത്. മറുപടി ബാറ്റിംഗിൽ പവർ പ്ലേകളിൽ വിക്കറ്റുകളെടുത്ത് രാജസ്ഥാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നായകൻ സാം കറന്റെ ഇന്നിംഗ്സിലൂടെ പഞ്ചാബ് അതിനെ അതിജീവിച്ചു. ഈ തോൽവിയോടെ കാര്യമായ ആസൂത്രണങ്ങൾ രാജസ്ഥാൻ ടീമിൽ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.